ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പ്ലം കപ്പ് കേക്ക്സും അതുപോലെ സാധാ ഒരു പ്ലം കേക്കുമാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഈ ഓറഞ്ച് ജ്യൂസിൽ ഞാൻ കുറച്ച് നേരം ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഞാനൊരു 2 മണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ. അതിലോട്ട് ഒരു 100 ഗ്രാം ഈന്തപ്പഴം അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കിസ്മിസ്, ഇത് കുറച്ച് ഫിഗാണ്, ഫിഗ് അല്ലെങ്കിൽ അത്തിപ്പഴം എന്ന് പറയും, അത് അരിഞ്ഞതാണ്. അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പോളം കറുത്ത മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് കറുത്ത ഉണക്ക മുന്തിരിങ്ങയാണ്. ഇനിയിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഈ കറുത്ത മുന്തിരിങ്ങയും അതുപോലെ കാഷ്യൂ നട്ടും തന്നെ ചേർത്ത് പ്ലം കേക്ക് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇതിനൊരു 2 മണിക്കൂർ ഇതിൽ കുതിർക്കാൻ വേണ്ടി വെക്കാം. ഈ സമയത്ത് ഇതിൽ ചേർക്കാനുള്ള പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ പഞ്ചസാര ഒന്ന് ഉരുകി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം പഞ്ചസാര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി പഞ്ചസാരയുടെ കളറ് നല്ല ഒരു ഗോൾഡൻ കളറിലോട്ട് മാറും. ഇപ്പോൾ ഇത് നല്ലതുപോലെ പതഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ തീ ഒന്ന് ഓഫാക്കിയിട്ട് അതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളമില്ല, അതിനെക്കാട്ടി ഒരല്പം വെള്ളം കുറവാണ്. അതിലോട്ട് കുറേശ്ശെ നല്ല ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരിക്കലും കാരമൽ സിറപ്പ് ഉണ്ടാക്കാൻ നേരം അതിൽ പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ച് നമ്മുടെ ദേഹത്തോട്ട് ഈ സിറപ്പ് എല്ലാം കൂടെ തെറിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഈ പഞ്ചസാര ഉരുക്കുന്ന അതേ സമയത്ത് തന്നെ കുറച്ച് ചൂടുവെള്ളം റെഡിയാക്കി തന്നെ വെച്ചിരിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് എല്ലാം മെൽറ്റായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇത് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി അടുത്തതായിട്ട് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പഞ്ചസാര ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് ചേർക്കുന്ന കുറച്ച് സ്പൈസസ്, അതായത് ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു ഏലക്ക, ഒരു 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് നട്ട്മഗ്, ഇത്രയും ഇതിലോട്ടിട്ടിട്ട് ഈ പഞ്ചസാരയുടെ കൂടെ അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഈ സ്പൈസസ് ഒഴിവാക്കരുത്. ഇത് ചേർത്താലേ ഉള്ള പ്ലം കേക്കിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ പഞ്ചസാരയും ആ സ്പൈസസും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെക്കാം. ഇപ്പം കേക്കിൽ ചേർക്കാനുള്ള ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കുതിരാൻ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ സമയം ഇത് ഒരു കുപ്പിയിലൊക്കെ ആക്കി അടച്ച് ഫ്രിഡ്ജിലൊക്കെ ഒരു 2 ദിവസമൊക്കെ വേണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ ഇത്ര സമയം വെക്കുന്നുള്ളൂ. ഇതൊന്ന് അരിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിലുള്ള ആ കൂടുതലുള്ള വെള്ളമയമൊക്കെ ഒന്ന് മാറിക്കിട്ടും. എന്നിട്ട് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കാഷ്യൂ നട്ടും കൂടി ചേർക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് നുറുക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് എത്ര വേണോ അത്രയും അതിൻ്റെ ഇഷ്ടത്തിന് നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ ഇത് നമ്മൾ കേക്കിൽ നേരിട്ട് ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം താന്ന് പോകും അതിൻ്റെ അകത്തോട്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്നും താന്ന് പോകത്തില്ല. പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒത്തിരി ലൂസായി പോയാലും ഈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ അടിയിൽ പോയി കിടക്കും. അതുകൊണ്ട് അല്പം തിക്കായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒരു 100 ഗ്രാം ബട്ടർ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അത് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചിട്ട് നല്ലതായിട്ട് അതിൻ്റെ തണുപ്പൊക്കെ മാറിയതാണ്. ഇനി അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്ത് കേക്ക് ഉണ്ടാക്കാവുന്നതാണ്, എന്നാൽ ബട്ടർ ചേർക്കുമ്പോഴായിരിക്കും ഒന്നും കൂടെ നല്ല ടേസ്റ്റ്. ബട്ടർ ഇപ്പോൾ ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബട്ടർ ചേർത്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബട്ടർ ആദ്യം ബീറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഓയിൽ ചേർത്ത് കേക്കാണെങ്കിൽ ആദ്യം മുട്ടയും പഞ്ചസാരയും കൂടി ആയിരിക്കണം ബീറ്റ് ചെയ്യുന്നത്. ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ ഈ കേക്കിൽ ഞാൻ 2 മുട്ടയാണ് ചേർക്കുന്നത്. ഈ ഓരോ മുട്ടയായിട്ട് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം.
പിന്നെ ഈ മുട്ടയും അതുപോലെ ബട്ടറും എല്ലാം നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ ഇരിക്കുവാണെങ്കിൽ വെളിയിലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് മാറ്റിയിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ ചേർക്കാൻ. അതുപോലെ തന്നെ അടുത്ത മുട്ടയും കൂടെ ഇതിലോട്ട് ഒഴിച്ചിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് ഇതിലോട്ട് 1 കപ്പ് മൈദയും പിന്നെ അതേപോലെ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1 നുള്ളു ഉപ്പും കൂടി ചേർക്കാം. അതും കൂടെ ഈ അരിപ്പയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ടാണ് ഇതിലോട്ട് ചേർക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ബേക്കിംഗ് പൗഡറും മൈദയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കൊള്ളും. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ കാരമൽ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് നമ്മളിപ്പോൾ മുമ്പേ ഉണ്ടാക്കി വെച്ചപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1/2 കപ്പോളം വരും. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. ഈ ഓറഞ്ചിൻ്റെ ഈ പീല് ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പ്ലം കേക്കിന്. എന്നിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്യാം. ഇനിയിപ്പം ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിലോട്ട് നമ്മൾ ആ മൈദയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ പ്ലം കേക്ക്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഈ ബാറ്റർ കാണുമ്പോൾ തന്നെ അറിയാം ഇത് അല്പം തിക്കായിട്ടുള്ള ബാറ്ററാണ്. ഇവിടെ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ സിലിക്കൺ മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 6 കപ്പ് കേക്കും ബാക്കിയുള്ള ബാറ്റർ കൊണ്ട് ഒരു പ്ലം കേക്കുമാണ് ഉണ്ടാക്കുന്നത്. ഇനി ഈ മോൾഡിലോട്ട് ബാറ്റർ വെച്ച് കൊടുക്കാം. ഒരു 3/4 ഭാഗത്തോളം മാത്രം വെച്ചാൽ മതി. അതുപോലെ തന്നെ ഞാൻ ഓവൻ ഒരു 10 മിനിറ്റ് നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ബാറ്റർ ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ പ്ലം കേക്ക് വേണമെങ്കിൽ ഓവൻ ഇല്ലാതെ ഗ്യാസ് സ്റ്റൗവിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യുമ്പോൾ ഓവനിനെക്കാട്ടിയും കൂടുതൽ സമയം എടുക്കും ഇത് ബേക്കായിട്ട് വരാൻ. അല്ലെങ്കിൽ തന്നെ പ്ലം കേക്കിന് ബേക്കിംഗ് ടൈം കുറച്ച് കൂടുതലാണ്. ഇതിൻ്റെ അകത്ത് എയർ ബബിൾസ് പോകാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും ബേക്ക് ചെയ്തെടുക്കണം. ഞാനൊരു 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ കപ്പ് കേക്കും അതുപോലെ തന്നെ കേക്കും രണ്ടും ഇവിടെ ബേക്ക് ആക്കി ഇട്ടിട്ടുണ്ട്. കപ്പ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു 18 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്ലം കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു 32 മിനിറ്റും എടുത്തു. ഇത് ചെറിയ കേക്ക് ആയതുകൊണ്ടാണ് ഒരു 32 മിനിറ്റ് എടുത്തുള്ളൂ. സാധാരണ പ്ലം കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ ഒരു 40-45 മിനിറ്റെങ്കിലും എടുക്കാറുണ്ട്. ഇതിപ്പോൾ ഈ 1 കപ്പ് മാവിൽ നിന്ന് ഞാനിപ്പം കപ്പ് കേക്ക് അതുപോലെ തന്നെ ഈ പ്ലം കേക്ക് ഉണ്ടാക്കി. അതുകൊണ്ട് ഇത് വളരെ ചെറിയ കേക്കാണ്. പിന്നെ കപ്പ് കേക്ക്സിന് എപ്പോഴും കേക്കിനെക്കാട്ടും ബേക്കിംഗ് ടൈം കുറവായിരിക്കും. പിന്നെ ഇതും ഒന്ന് മോൾഡിൽ നിന്ന് മാറ്റി നോക്കാം. ഇത് കണ്ടോ, ഇത് അതിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ താഴെ പോയിട്ടില്ല. നിങ്ങൾക്ക് മുകളിൽ നോക്കുമ്പോൾ തന്നെ കാണാം. ഇതിപ്പോൾ ഞാനൊരു കപ്പ് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്താണ്. നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. അതുപോലെ നല്ല ടേസ്റ്റാണ്. ബട്ടറൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ ഓയിൽ ചേർത്ത് ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും ബട്ടർ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ. പിന്നെ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ക്രിസ്മസിന് നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഹന്നാസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.